വിവിധ ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതിനെ തുടർന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി. ദൂരക്കാഴ്ച പരിധി കുറഞ്ഞ സാഹചര്യത്തിൽ അബുദാബിയിൽ റെഡ് അലർട്ടും ദുബൈയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാലാവസ്ഥാ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പകൽ സമയങ്ങളിലൊക്കെ നല്ല ചൂടാണ്. അതേസമയം നല്ല നമ്മളൊരു ഹില്ലി ഏരിയയിലൊക്കെ നിൽക്കുന്നത് പോലെയാണ്. ഷിനോജിന്റെ ബാക്കിൽ നിറയെ മഞ്ഞ് മൂടി മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ര മനോഹരമല്ല എന്ന് തോന്നുന്നു, അല്ലേ? അതെ, എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അബുദാബിയിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. കാരണം തീരെ പുറത്തേക്ക് കാണാൻ കഴിയാത്ത വിധം ശക്തമായ മൂടൽമഞ്ഞാണ് അബുദാബിയിൽ അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോഴുള്ളത് ഷാർജയിലാണ്. ഷാർജയിലും ദുബൈയിലും അടക്കം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ആളുകളൊക്കെ ജോലിക്കായിട്ട് പുറത്തിറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് വളരെ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് വാഹനം ഓടിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിൽസി സൂചിപ്പിച്ച പോലെ അത്ര തണുപ്പ് ഇവിടെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇത് മൂടൽമഞ്ഞാണ്. കാര്യമായ തണുപ്പ് അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഉച്ച സമയമൊക്കെ ആകുമ്പോൾ 35 ഡിഗ്രിയൊക്കെ ചൂട് വരുന്നുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോൾ തണുപ്പാണ്. രാവിലെകളും അതേപോലെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. UAE-യിൽ സാധാരണ ഫെബ്രുവരിയും മാർച്ചും തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന മാസങ്ങളാണ്. ഈ ഫെബ്രുവരിയിലും തണുപ്പ് കാര്യമായിട്ട് വർദ്ധിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ മൂടൽമഞ്ഞുണ്ടാകുന്നത് ദിവസങ്ങളായി തുടരുകയാണ്. ഇന്നലെ തന്നെ 37ഓളം വിമാനങ്ങളാണ് ദുബൈയിൽ റദ്ദാക്കേണ്ടി വന്നത്. ഇന്നത്തെ സാഹചര്യത്തിലും വിമാന സർവീസിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളുള്ളത്. കാരണം രാജ്യവ്യാപകമായി കനത്ത മൂടൽമഞ്ഞാണ് ഉള്ളത്. പ്രത്യേകിച്ച് അബുദാബിയിൽ, ദുബൈ, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിലും നല്ല കനത്ത മൂടൽമഞ്ഞ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ജിൻസി, അപ്പോൾ അബുദാബിയിലടക്കം റെഡ് അലേർട്ടൊക്കെ നൽകുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. കടുത്ത മൂടൽമഞ്ഞത് വാഹന ഗതാഗതത്തിനാണ് വലിയ ഭീഷണി ഉയർത്തുന്നത് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് ഷിനോജ് നൽകിയത്.